പീരിയഡ്സ് ആണ് മോളെ, റെസ്റ്റ് എടുക്കൂ എന്ന് അമ്മ പറയും. ഒരു എക്സ്ക്യൂസും വേണ്ട, ജിമ്മ് മിസ്സാക്കരുത് എന്ന് ഫിറ്റ്നസ് പേജ് പറയും. നമ്മളാണെങ്കിൽ ഇതിനെ നടുക്കു നിൽക്കും. എന്നിട്ടാകെ ഗിൽറ്റും ഫീൽ ചെയ്ത് റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ വേദനയും സഹിച്ച് പുഷ് ചെയ്യും. അതെ, ഇത് രണ്ടും വേണ്ട. കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് കൺഫ്യൂഷൻ മാറ്റിത്തരാം. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ യൂട്രസിലെ ഒരു പാളി അടർന്ന് പുറത്തേക്ക് പോകുന്നതാണ് ആർത്തവം. ഈ പ്രോസസ്സിൽ ശരീരം പ്രോസ്റ്റഗ്ലാൻഡിൻസ് റിലീസ് ചെയ്യും. ഇത് യൂട്രസിനെ കോൺട്രാക്ട് ചെയ്യിക്കുന്ന കെമിക്കലാണ്. പ്രോസ്റ്റഗ്ലാൻഡിൻ ലെവൽ കൂടുതലാകുമ്പോൾ ക്രാംസ് കൂടും. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഇത് രണ്ടും സൈക്കിളിൽ ഏറ്റവും കുറവായ സമയമാണിത്. എനർജി കുറഞ്ഞ് ഫീൽ ആകുന്നത് ഹോർമോൺസിന്റെ ഡയറക്റ്റ് എഫക്റ്റ് ആണ്, അല്ലാതെ മടിയല്ല. പീരിയഡ്സിന്റെ ഡേ 1-ലും ഡേ 2-ലും വേദന, ഹെവി ഫ്ലോ ഇത് രണ്ടും കോമൺ ആണ്. ഈ ദിവസങ്ങളിൽ നടത്തമോ ലൈറ്റ് വെയിറ്റ് റെസിസ്റ്റൻസ് ട്രെയിനിങ്ങോ ഒക്കെ പോലെ ലൈറ്റ് മൂവ്മെന്റ് ആയിരിക്കും മിക്കവർക്കും സ്യൂട്ടബിൾ ആവുക. ഇത് ചെയ്യുമ്പോൾ ശരീരം എൻഡോർഫിൻസ് റിലീസ് ചെയ്യും. ഈ എൻഡോർഫിൻ ഒരു നാച്ചുറൽ പെയിൻ റിലീവർ ആണ്. എന്ന് വെച്ചാൽ പ്രോസ്റ്റഗ്ലാൻഡിന്റെ എഫക്റ്റ് ആയി വരുന്ന വേദനയെ കുറെയൊക്കെ കൗണ്ടർ ചെയ്യും. ക്രാംസ് നല്ലോണം കുറയും. എന്നുവെച്ച് റെസ്റ്റ് ചെയ്യണമെന്നാണ് തോന്നുന്നതെങ്കിൽ ഈ ലൈറ്റ് വർക്കൗട്ടും ചെയ്യേണ്ട. നമ്മുടെ ശരീരം എന്ത് സിഗ്നലാണോ തരുന്നത് അതിനാണ് പ്രയോറിറ്റി. ഡേ 3, ഡേ 4 ഒക്കെ ആവുമ്പോൾ പ്രോസ്റ്റഗ്ലാൻഡിൻ ലെവൽ കുറയും, എനർജി തിരിച്ചു വരും. മിക്കവർക്കും മോഡറേറ്റ് ഇന്റൻസിറ്റിയിൽ വർക്കൗട്ടുകൾ ചെയ്യാം. ഈ ദിവസങ്ങളിൽ പെർഫോമൻസ് ഏതാണ്ട് നമ്മുടെ നോർമൽ പോലെ തന്നെ ആവും. ഇനി എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം? ഡേ 1, ഡേ 2-ൽ വളരെ ഹെവി ആയ മാക്സ് എഫേർട്ട് ലിഫ്റ്റിംഗ് എന്തായാലും വേണ്ട. വല്ലാതെ ഇന്റൻസിറ്റി കൂടുമ്പോൾ കോർട്ടിസോൾ സ്പൈക്ക് ആകും. കോർട്ടിസോൾ കൂടുമ്പോൾ ബോഡി സ്ട്രെസ് റെസ്പോൺസിൽ പോകും. അത് ക്രാംസ് കൂടുതൽ അലമ്പാക്കും. ഇനി പീരിയഡ്സ് ടൈമിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ബനാന, നട്ട്സ്, സീഡ്സ് ഇങ്ങനെ മെഗ്നീഷ്യം റിച്ചായ ഫുഡ് ഐറ്റംസ് കഴിച്ചാൽ മസിൽ ക്രാംസ് കുറയ്ക്കാനും മസിൽ റിലാക്സേഷനും സഹായിക്കും. ആവശ്യമുണ്ടെങ്കിൽ വയറിൽ ഹോട്ട് ബാഗ് വെക്കാം. അപ്പോൾ ബ്ലഡ് ഫ്ലോ കൂടും, ക്രാംസ് കുറയും. നമ്മുടെ ഈ ബോഡി സൈക്കിൾ ഉണ്ടല്ലോ, അതൊരു വീക്ക്നെസ് അല്ല, ഒരു റിഥമാണ്. ആ റിഥത്തിനോട് ഫൈറ്റ് ചെയ്യാനൊന്നും പോവേണ്ട, അതിനോടൊപ്പം നടന്നാൽ മതി. ഗിൽറ്റ് ഇല്ലാതെ, പെയിൻ ഇല്ലാതെ ഈ ദിവസങ്ങളിൽ നമ്മൾ സ്മാർട്ടറാകും. ഇനി എന്തൊക്കെ ശ്രമിച്ചിട്ടും പീരിയഡ് സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണോ? ഒരു കുഴപ്പവും. അങ്ങനെ 3-4 ദിവസം ബ്രേക്ക് വന്നു എന്ന് വെച്ച് നമ്മുടെ ഫിറ്റ്നസ് ജേണിക്ക് ഒന്നും പറ്റില്ല. അതൊക്കെ മാനേജ് ചെയ്യാൻ ഇഷ്ടം പോലെ വഴികളുണ്ടെന്നേ. ഒറ്റയ്ക്കല്ല, ഫുൾ സപ്പോർട്ടുമായി ഞാൻ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സൈക്കിളിൽ ഡേ 1 വരുമ്പോൾ വർക്കൗട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് കൺഫ്യൂസ് ആകാതിരിക്കാൻ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. പീരിയഡ്സിൽ ജിമ്മ് മിസ്സാക്കണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷനായി നിൽക്കുന്ന ഫ്രണ്ടിന് ഷെയർ ചെയ്യാനും മറക്കേണ്ട. ഈ ക്ലാരിറ്റി അവർക്ക് കൂടെ കിട്ടട്ടെന്നേ.